എനിക്കിന്നൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നേ. ഞാനും അമ്മ അനിയത്തിയും കൂടെയാണ് റിസപ്ഷന് പോയത്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് എപ്പോഴും ഒന്നും പോകാറൊന്നുമില്ല. ഇതെൻ്റെ ഫ്രണ്ട് സായിബ ഒരു ജേർണലിസ്റ്റാണ് കേട്ടോ. 24 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഫംഗ്ഷൻ്റെ ഇടയിൽ അവിടെ ചെരുപ്പ് ഒന്ന് പൊട്ടിയായിരുന്നേ. അങ്ങനെ അത് ഒട്ടിക്കാനായിട്ട് സൂപ്പർ ഗ്ലൂ മേടിക്കാൻ ഞങ്ങൾ പുറത്ത് പോയതാണ്. തിരിച്ച് വന്നപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അബേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സൈമൻ്റെ മോളാണ്. സൈമൻ്റെ മോളുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് യുദ്ധത്തിന് ശേഷം എനിക്ക് 2 ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. റിസപ്ഷൻ നടക്കുന്ന സമയത്ത് എന്നെ ഹർഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചിട്ട് ഓച്ചിറയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഓച്ചിറയിൽ ചെന്നപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ വിളിച്ച് വരുത്തിയത്. ഇതുപോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. ഹർഷിൻ്റെ കൂടെ ഹർഷിൻ്റെ അമ്മയും അമ്മമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടത് കണ്ടില്ലേ. അവിടെ വന്നപ്പോൾ സൈമൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട്. ഇതാണ് സൈമൻ്റെ അനിയത്തിൻ്റെ റിസപ്ഷനായിരുന്നു കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുക അത് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റിനെ കണ്ടത്. എന്നെ കണ്ട ഞെട്ടലിലാണ്. കാര്യം ഞാൻ സ്കൂളൊന്ന് മാറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മയായിരുന്നത്. അതാണ്ട് പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറായിരുന്നു തസ്ലീമ. അവളുടെ കല്യാണത്തിനായിട്ടോ ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. അത് എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ആ ചേച്ചി മര്യാദയ്ക്ക് എനിക്ക് 2 പൊറോട്ട ഒരു ചപ്പാത്തി തന്നെയാണ്. ഞാൻ തിരിച്ച് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്നുമില്ല. എന്നാൽ ശരി.